ഹായ് എവരിവൺ. എന്താണ് നമ്മളാരും ചിരിക്കാത്തത്? കുട്ടികൾ കൂടുതലായി ചിരിക്കും. വളർന്നു വരുംതോറും ചിരി കുറഞ്ഞു വരും. ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ, 30 വയസ്സ് കഴിഞ്ഞാൽ, 40 വയസ്സ് കഴിഞ്ഞാൽ, 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാൻ മടിക്കുന്നു. എന്തുകൊണ്ടോ? ടെൻഷൻ അടിക്കുന്നതിനും സ്ട്രെസ്സായിട്ട് ഇരിക്കുന്നതിനും സാഡ് ഫേസുമായിട്ടിരിക്കുന്നതിനും നമുക്കും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ പുഞ്ചിരിക്കാനും ചിരിക്കാനുമൊക്കെ നാം മറന്നു പോകുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഏതൊരു കാര്യം നമ്മളെ മുന്നിലോട്ട് വന്നാലും അത് പരാജയപ്പെടും എന്ന് ചിന്തിക്കാൻ നമുക്കാരുടെയും സപ്പോർട്ട് വേണ്ട. പക്ഷേ ഒരു കാര്യം വരുന്നതിന് മുമ്പ് വരുമ്പോൾ തന്നെ ഞാനത് ചെയ്താൽ പരാജയപ്പെടും എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്. ഏതായാലും നമ്മൾ പ്രവർത്തിച്ച് നോക്കുക. അപ്പോൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ രണ്ടാണ് സാധ്യത: ജയിക്കാനും ജയിക്കാതിരിക്കാനും. ജയിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു, തോൽക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ കാര്യം പഠിച്ചിട്ട് പൂർവാധികം ശക്തിയോടെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് സൂക്ഷിക്കുക. അപ്പോൾ അതിന് പ്രധാനമായിട്ടുമുള്ള കാരണം, പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഒരു ചിലവുമില്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പുഞ്ചിരി. അതുമാത്രമല്ല, നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ അതിന് റിപ്ലൈ 99.99% നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് ഇമോഷണൽ ബോണ്ടിങ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കും. അപ്പോൾ പുഞ്ചിരിയിലൂടെ അല്ലെങ്കിൽ ചിരിയിലൂടെ ഐസ് ഉരുകി വെള്ളമാവുന്നത് പോലെ നമ്മുടെ മനസ്സിലെ ടെൻഷനുകളും ഒക്കെ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണയായി ചിരിക്കാറുള്ളത് നമ്മൾ ഒരു സന്തോഷകരമായ കാര്യം കാണുമ്പോഴോ, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണുമ്പോഴോ, ഒരു തമാശ കേൾക്കുമ്പോഴോ ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ മുഖത്തെ മസിൽസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ മുഖത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകുമ്പോൾ ആ മസിൽസിലൂടെയുള്ള, ആ നെർവ്സിലൂടെയുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുകയും ചെയ്യുന്നു. നമ്മുടെ വായുടെ ഈ ഭാഗത്ത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 32ഓളം ഗ്രന്ഥികളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ തോന്നി ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിച്ച് നമുക്കൊരു ചിരി ഉണ്ടായാലും, നമ്മൾ വെറുതെ ഇങ്ങനെ ചിരിച്ചാൽ തന്നെയും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുന്നത് നമ്മൾ ഹാപ്പിയിലാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഹാപ്പിയിലാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ആകാനുള്ള ഒരു പ്രവണത സബ്കോൺഷ്യസ് മൈൻഡ് നമുക്ക് നൽകുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ആവുകയും, അല്ലെങ്കിൽ ടെൻഷൻ നമ്മളിൽ നിന്ന് മാറ്റുകയും, ആ ഹാപ്പിനെസ് ഉള്ള ഒരു ചുറ്റുപാട് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ചിരിയുടെ അല്ലെങ്കിൽ ഒരു സ്മൈലിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മൾ ചിരി ആയുസ് കൂട്ടും എന്ന് പറയുന്നത് എൻ്റെ അകത്തുള്ള ഉള്ളിലുള്ള വേറൊരു മീനിങ്, നമ്മൾ ചിരി ആയുസ് കൂട്ടും എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ശരീരത്തിലുണ്ടാവുകയും മനസ്സിലുണ്ടാവുകയും നമുക്ക് ആ ഒരു സന്തോഷകരമായ ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സന്തോഷത്തോടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ നമ്മൾ ജീവിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, ഇല്ലേ? അപ്പം അത് ചിരി ആയുസ് കൂട്ടും എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള ഒരു ആശയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിരിക്കുന്നതിന് അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്നതിന് ഒരു മടിയും വേണ്ട. പുഞ്ചിരി നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. തിരിച്ചു കിട്ടുമെന്ന് 100% ഉറപ്പുള്ള കാര്യങ്ങളൊന്നാണ് പുഞ്ചിരി. അപ്പോൾ പുഞ്ചിരി നമ്മുടെ ആയുസ് കൂട്ടും. അതായത് പൊട്ടിച്ചിരിയോട് ഞാൻ അനുകൂലിക്കുന്നില്ല. പുഞ്ചിരി ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ്. അത് നമ്മൾ സന്തോഷവും മറ്റുള്ളവരിൽ
അത് ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് മനഃപൂർവ്വം ചിരിച്ചു തുടങ്ങാം. ഇന്നലെ നമ്മൾ 1-2 പ്രാവശ്യം മാത്രം പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ദിവസം മുഴുവനും ഒരു മുഖത്ത് പുഞ്ചിരി സൂക്ഷിക്കുന്ന രീതിയിലോട്ട് നമുക്ക് മാറാൻ കഴിയണം. ടെൻഷനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ടെൻഷൻ്റെ നല്ലൊരു ശതമാനം നമ്മുടെ മാനസിക സൃഷ്ടിയാണ്. ഓക്കെ, അപ്പോൾ ചിരിക്കുക, ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഇറ്റ്സ് മീ ഷമീർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.